നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കെന്നും ഒരു പ്രത്യേക ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ. വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ സ്നേഹവും പിന്തുണയുമായി നടിക്ക് പ്രേക്ഷകർ നൽകിയത്. മഞ്ജുവിനെ പോലെ തന്നെ സിനിമയിൽ തന്നെയാണ് ചേട്ടൻ മധു വാര്യരും. തുടക്കം അഭിനയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനത്തിലടക്കമുള്ള തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു മധു വാര്യർ. സിനിമയും ഷൂട്ടിംഗ് തിരക്കുകളും കഴിഞ്ഞാൽ അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിന്റെ ലോകം. അനിയത്തെ ചുറ്റുപറ്റിയാണ് മധുവിന്റെ സന്തോഷവും തിരക്കുകളും. ഇരുവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടവുമാണ്. സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ പോലെ തന്നെ വളരെ ആക്റ്റീവാണ് മധു വാര്യർ. ഇപ്പോഴിതാ പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടാനായി താൻ ചെയ്ത കുസൃതിയെക്കുറിച്ച് വാചാലനായിരിക്കുകയാണ് മധു വാര്യർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇതേക്കുറിച്ച് തുറന്നെഴുതിയത്. പരീക്ഷയിൽ നിന്ന് പരിരക്ഷ. പരീക്ഷയുടെ കാര്യത്തിൽ എന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് കണ്ണൂർ SN വിദ്യാമന്ദിറിൽ 12ാം ക്ലാസ്സിലെ കെമിസ്ട്രി മോഡൽ പരീക്ഷയായിരുന്നു. പേപ്പർ നിറയ്ക്കാനായി മണിച്ചിത്രത്താഴിന്റെയൊക്കെ കഥ എഴുതി വെച്ചതാണ് ഓർമ്മ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അജിത മിസ് കറക്റ്റ് ചെയ്ത് ഉത്തരക്കടലാസ് എനിക്ക് തന്നത്. അഭിമാനത്തോടെ പേപ്പർ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ 70ൽ അരമാർക്ക്. പരീക്ഷ എന്നും എനിക്കൊരു പരീക്ഷണമായിരുന്നു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ കാലഘട്ടം. ഒരു കാര്യവുമില്ലാതെ ഭയങ്കര ബിസി ആയതിനാൽ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. പരീക്ഷ എഴുതാതിരിക്കാൻ എന്തു ചെയ്യും? കൂലങ്കഷമായ ചിന്തകൾക്കൊടുവിൽ ഒരു മഹത്തരമായ പ്ലാൻ ഉരുതിരിഞ്ഞു വന്നു. ഒരു ഹോക്കി സ്റ്റിക്ക് എടുത്ത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തു. ഫോട്ടോയിൽ എന്റെ കൂടെയുള്ള സഹപാഠി ശ്രീജിത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ വലത്തെ കൈ അടിച്ചൊടിക്കാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടി തല തിരിഞ്ഞു നിന്നു. നിങ്ങൾ പറ, ഒരാൾ കൈ തല്ലിയൊടിക്കാൻ പറയുമ്പോൾ എന്തിനാടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാടാ, ഞാൻ പഠിപ്പിച്ചു തരാം എന്നൊക്കെയല്ലേ പറയേണ്ടത്? ഒരക്ഷരം ഉരിയിടാതെ ഇപ്പോൾ അമേരിക്കയിലെ വലിയ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഡയറക്ടറായ ഈ അലവലാതി ഹോക്കി സ്റ്റിക്ക് വാങ്ങി ഒറ്റയാടി. 10-35 നക്ഷത്രം മിന്നി പോയത് ഞാൻ എണ്ണി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൈക്ക് നല്ല നീരായി. ഞാനും ശ്രീജുവും ഞങ്ങളുടെ വർക്കിന്റെ റിസൾട്ട് കണ്ട് അഭിമാന പുളകിതരായി. അവന്റെ മുഖത്ത് ഷാജഹാന് വേണ്ടി താജ്മഹൽ പണിത പോലത്തെ സംതൃപ്തി. സ്കൂളിൽ എക്സ്റേ ഇല്ലാത്തതിനാൽ പിറ്റേ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. എക്സ്റേ എടുത്തു. ഒടുവില്ല, ചെറിയൊരു ക്രാക്കേ ഉള്ളൂ. ഉള്ളൊന്ന് പിടഞ്ഞു. ഇത്രയും പണിയെടുത്തിട്ട് ഇനി പരീക്ഷ എഴുതേണ്ടി വരുമോ? ഒടിവുണ്ടെങ്കിലേ പ്ലാസ്റ്റർ ഇടൂ. ക്രാക്കിന് സ്ലാബാണ്. സ്ലാബിനും ഒരു രോഗി ലുക്കൊക്കെ ഉണ്ട്. ഡോക്ടറുടെ കൈയും കാലും പിടിച്ച് കൈക്ക് ഫുൾ റെസ്റ്റ് വേണം, അനക്കരുത്, പ്രത്യേകിച്ച് പരീക്ഷ എഴുതരുത് എന്നൊരു സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി. അങ്ങനെ പരീക്ഷകൾ തുടങ്ങുന്ന ദിവസം ഫുൾ കോൺഫിഡൻസിൽ സർട്ടിഫിക്കറ്റുമായി ഞാൻ ക്ലാസ് മാഷുടെ അടുത്തെത്തി. അത് വാങ്ങി വായിച്ചിട്ട് അയ്യോ കഷ്ടമായി പോയല്ലോ മധു, പരീക്ഷ എഴുതണ്ട എന്ന് മാഷ് പറഞ്ഞു. സന്തോഷം കൊണ്ട് 2 സമ്മർ സോൾട്ട് അടിക്കണമെന്നുണ്ടായിരുന്നു. മാഷ് തുടർന്നു, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മധു ഉത്തരം പറഞ്ഞാൽ മതി, ഞാൻ എഴുതിയെടുത്തോളാം. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ റീലുകളിൽ കേൾക്കുന്ന ഭ സൗണ്ട് ഞാൻ അന്നേ നല്ല വ്യക്തമായി കേട്ടു എന്നായിരുന്നു കുറിച്ചത്. മഞ്ജു വാര്യരും ഈ കുറിപ്പ് ഷെയർ ചെയ്തിരുന്നു. അതേസമയം മഞ്ജുവിന്റെ തമിഴ് സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രം മിസ്റ്റർ എക്സ് ഇപ്പോൾ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 14 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം ലഭ്യമാണ്. ആര്യ, ഗൗതം കാർത്തിക്, R. ശരത് കുമാർ, മഞ്ജു വാര്യർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മഞ്ജു വാര്യരുടെ അതിശയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പ്രശംസിക്കുകയാണ്. ഏപ്രിൽ 17-നാണ് മിസ്റ്റർ എക്സ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. വിമർശകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ആക്ഷൻ രംഗങ്ങളും അഭിനേതാക്കളുടെ പ്രകടനങ്ങളും പ്രശംസ നേടിയെങ്കിലും കഥയിലെ ന്യൂനതകൾ പലരും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഡിജിറ്റൽ റിലീസിലൂടെ ചിത്രത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുകയാണ്. നിരവധി ആളുകളാണ് മഞ്ജു വാര്യരെ ഉൾപ്പെടെ പ്രശംസിക്കുന്നത്. മഞ്ജു വാര്യർ ഇതിൽ സുപ്രധാന വേഷമാണ് കൈകാര്യം ചെയ്തത്. അവർ അപകടകരമായ ദൗത്യങ്ങളിലും സംഘടനാ രംഗങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. താരത്തിന്റെ ആക്ഷൻ രംഗങ്ങളുടെ ക്ലിപ്പുകൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മഞ്ജു വാര്യരുടെ സ്ക്രീൻ സാന്നിധ്യവും കായികക്ഷമതയുള്ള നീക്കങ്ങളും പല പോസ്റ്റുകളിലും എടുത്തു പറയുന്നു. ആരാധകരുടെ പ്രതികരണങ്ങളിൽ ആവർത്തിക്കുന്നതും മഞ്ജുവിന്റെ കാര്യം തന്നെയാണ്. എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഉപഭോക്താക്കൾ മഞ്ജുവിന്റെ അർപ്പണബോധത്തെ പ്രശംസിക്കുന്നു. ചിലർ അവരെ മിസ്റ്റർ എക്സിലെ സർപ്രൈസ് പാക്കേജ് എന്നാണ് വിളിക്കുന്നത്. മറ്റു ചിലർ അവരുടെ പ്രകടനം കാണാനാണ് ചിത്രം കണ്ടതെന്ന് പറയുന്നു. മഞ്ജുവിന്റെ ആക്ഷൻ നിമിഷങ്ങളുടെ ചെറിയ എഡിറ്റുകൾ ട്രെൻഡിംഗ് ആണ്. ഈ എഡിറ്റുകൾ സിനിമയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മനു ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രം ഒരു സ്പൈ ത്രില്ലറാണ്. ഉത്തരവുകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.